മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതാ ഒരാളിരിപ്പുണ്ട്. എൻ്റെ അടുത്ത് അച്ചുക്കുട്ടൻ വന്നിരിപ്പുണ്ട്. വേറൊന്നുമല്ല, അച്ചുക്കുട്ടൻ്റെ മുടി മൊട്ട അടിച്ചു. ഇന്നാണ് മൊട്ട അടിച്ചത്. മൊട്ട അടിച്ചതാ വന്ന് കുളിച്ചൊക്കെ ഇരിക്കുകയാണ് അല്ലേ അച്ചുസേ? അച്ചുവിൻ്റെ മുടി മൊട്ട അടിക്കാൻ കാരണം വേറൊന്നും അല്ല കേട്ടോ. അച്ചുക്കുട്ടൻ്റെ തലയിൽ ചൂടൂരു ഉണ്ടായിരുന്നു അല്ലേ? ബാക്കിൽ നല്ല ചൂടൂരു ഉണ്ടായിരുന്നു. അമ്പാടിയുടെ തലയിലും ഉണ്ടായിരുന്നു. ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ മുടിയിൽ പെട്ടെന്നാണ് മുടി വളരലും ചൂടുകുരു വരലും എല്ലാം അല്ലേ അച്ചുസേ? അപ്പം അച്ചുവിന് മടിയായിരുന്നു. കൂട്ടുകാർ കളിയാക്കും എന്തൊക്കെ പറഞ്ഞ് അല്ലേ അച്ചു? അച്ചുകൂട്ടൻ എൻ്റെ അടുത്തിരുന്ന് എന്താ കാണിക്കണമെന്ന് വെച്ചാൽ ഇപ്പം മുടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വന്ന് ഉരച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അമ്പുക്കുട്ടൻ ഉറങ്ങുവാണ്. അമ്പുക്കുട്ടൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ അച്ചുചേട്ടന് മനസ്സിലാകുമെന്ന് അറിയില്ല. അമ്പുവിന് അച്ചുവിനെ പിടിക്കാൻ പെട്ടെന്ന് കിട്ടണത് മുടിയലാണ് കേട്ടോ. ഇപ്പം മുടിയില്ല. അപ്പം എന്തായാലും അമ്പൂസ് ഉണർന്നു കഴിയുമ്പോൾ കാണാം അല്ലേ? അമ്പു, അച്ചുചേട്ടൻ എന്തേ? അച്ചുചേട്ടൻ എന്തേ? അമ്പുക്കുട്ടാ, അമ്പുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അമ്പു എഴുന്നേറ്റിട്ടുണ്ട്. വിളിച്ച ചേട്ടനെ വിളിക്ക്. കുഞ്ഞ് കളിക്കാനിരിക്കുക. അമ്പു, അച്ചുചേട്ടൻ എവിടെ? എവിടെ പോയി? ദേ വന്നിരുന്നല്ലോ അച്ചുചേട്ടൻ. ആരത്? ആരത്? അമ്പു, ഇതാരത്? കുഞ്ഞുറക്കത്തീന്നൊക്കെ എഴുന്നേറ്റപ്പോൾ ദേ കുഞ്ഞിൻ്റെ മുമ്പിൽ ചേട്ടൻ്റെ മുടിയൊന്നും ഇല്ല അല്ലേ അമ്പു? കുഞ്ഞ് ആദ്യം ഒന്നിങ്ങനെ ഞെട്ടി നോക്കി. അമ്പുസേ, അമ്പു ചേട്ടനെ കളിയാക്കി മൊട്ടാന്ന് വിളിച്ച്. അച്ചൂസ് ഇനി പുറത്തോട്ടൊന്നും പോണില്ലാന്ന് തോന്നട്ടെ. തൊപ്പി വെച്ചിട്ടുണ്ടാവുക മുടി മൊട്ട അടിച്ചു വന്നപ്പോ ഭയങ്കര ഒരു സ്നേഹവും ഇതൊക്കെ ആൾക്ക് അല്ലേ? തണുപ്പ് പോലെ. അയ്യോ, എങ്ങനെ ഇഷ്ടപ്പെട്ടാ? ഇല്ലേ, ഇഷ്ടപ്പെട്ട തണുപ്പുണ്ട്. ആണോ? എവിടെ പോവാ എന്തോ ഇപ്പൊ കുശുമ്പൻ. അപ്പൊ വേറെ ഒന്നുമല്ല, ചേട്ടന്റെ മേത്തോട്ട് കയറണം. ഇതാണ് കേറി. എന്തൊരു സ്നേഹം രണ്ടും കൂടി. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഞാൻ പിന്നെ കിച്ചണിൽ വന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടി എന്തായാലും കളിച്ചുകൊണ്ടിരിക്കുക, അനിയനും ചേട്ടനും കൂടി. അപ്പോൾ ഇത് കോവക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ഞാനപ്പോൾ ഇത് കോവക്ക മെഴുക്ക് പുരട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അമ്പ് അപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ചെന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കോവക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിലയൻസിൽ പോയപ്പോൾ അവിടെ നിന്നൊരു പപ്പടം വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതും വറുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മോരുകറി അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉച്ചക്കത്തേക്കേ ഉണ്ടാവുള്ളൂ മോരുകറി. അപ്പോൾ വൈകിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഒഴിച്ചുകറി വെക്കണം. പിന്നെ ഇതാണ് പപ്പടം. അപ്പോൾ ഈ പപ്പടവും കൂടി ഞാൻ വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അച്ചൂസിനെ കണ്ടപ്പോൾ അന്ന് അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ഒരു ചട്ടി വെച്ചു, എണ്ണയൊക്കെ ഒഴിച്ചു. അപ്പോൾ പിന്നെ എണ്ണയൊക്കെ ചുടിയപ്പോൾ കുറേശ്ശെയിട്ട് പപ്പടമൊക്കെ വറുത്തു. പിന്നെ ഇത് മൂന്നും കൂട്ടിയാണ്, പിന്നെ അച്ചാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി കൂട്ടിയാണ് ചോറ് കഴിച്ചത്. പിന്നെ ഈ പപ്പടം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അമ്പുവിനും ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു ഡിസൈനും എല്ലാം കണ്ടപ്പോൾ അമ്പുവിനും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ മേടിച്ച് എന്തായാലും കൊള്ളായിരുന്നു. നല്ല അടിപൊളി പപ്പടമായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ കളർ പപ്പടം. അപ്പോൾ അതും കൂടി ഞാൻ എന്തായാലും വറുത്ത് അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ മുറ്റം നിറച്ച് പുല്ലുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് ഫുള്ള് ഞങ്ങൾ പറിച്ച്. അപ്പോൾ ഞാനും ലിമോച്ചേട്ടനും കൂടിയാണ് പറിച്ചത്. നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊന്നും അങ്ങനെ പെയ്യാത്ത കാരണം പെട്ടെന്ന് എന്തായാലും പുല്ല് പറിക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഈ സൈഡിലും കൂടി പുല്ലുണ്ട്, അതും കൂടി ഒന്ന് പറിക്കണം. മഴ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് പുല്ല് പറിക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എന്തായാലും മഴ പിടിക്കണമെന്ന് പിന്നെ പുല്ലൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ വെച്ചുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.